ഈ സെക്ഷനിൽ നമ്മൾ ഇമേജ് ഹിസ്റ്റോഗ്രാം എന്താണെന്നാണ് നോക്കുന്നത്. പിന്നെ ഇമേജ് ഹിസ്റ്റോഗ്രാമിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നും ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇമേജ് ഹിസ്റ്റോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേ ലെവൽ ഇൻറ്റൻസിറ്റി ഓരോ ചിത്രത്തിൻ്റെയും ഗ്രേ ലെവൽ ഇൻറ്റൻസിറ്റിയിൽ അതിൻ്റെ ഫ്രീക്വൻസി ലെവലാണ് ഇമേജ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇമേജ് മാട്രിക്സ് 4x4 ഇമേജ് മാട്രിക്സ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. അതിൽ ഇപ്പോൾ 1 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ 1ൻ്റെ റിലേറ്റീവ് ഫ്രീക്വൻസി 2 ആയിരിക്കും. അതുപോലെ തന്നെ 5 എന്നുള്ളത് 5 എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അത് 2 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ റിലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ എടുക്കുന്നത് ഓരോ ഗ്രേ ലെവൽ ഇൻറ്റൻസിറ്റിയുടെയും. അപ്പോൾ ഹിസ്റ്റോഗ്രാം എന്താണ് ക്യാപ്ചർ ചെയ്യുന്നത്? ഗ്രേ ലെവൽ ഒരു ഇമേജിൻ്റെ ഗ്രേ ലെവൽ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഈ ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇമേജ് ഹിസ്റ്റോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഇമേജിൻ്റെ ഗ്രേ ലെവൽ റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ HRK = NK. RK എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ ലെവലാണ് കാണിക്കുന്നത്. NK എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പിക്സൽസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ HRAയിൽ നമുക്ക് RK 1 0 1 2 3 4 എന്നുള്ളതായിരിക്കും പിക്സൽ പൊസിഷൻസ് മാർക്ക് ചെയ്യുന്നത്. ആ ഓരോ പിക്സൽ പൊസിഷൻസിലും 0ൽ എത്ര ഗ്രേ ലെവൽ എത്രയാണ് വരുന്നു, 1ൽ എത്ര ഗ്രേ ലെവൽ വരുന്നു, 2ൽ എത്ര ഗ്രേ ലെവൽ വരുന്നു, ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഗ്രേ ലെവൽ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഹിസ്റ്റോഗ്രാം തയ്യാറാക്കുന്നത്. ഈ ഹിസ്റ്റോഗ്രാം നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പിക്സലിൻ്റെയും ഗ്രേ സ്കെയിൽ ഹിസ്റ്റോഗ്രാം മെൻഷൻ ചെയ്തതിന് ശേഷം അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ആണ് വരുന്നത്. അപ്പോൾ അതാണ് PR RK = NK ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ NKയുടെ അടിയിൽ N ആക്കിയിട്ട് N ഇട്ട് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ആവും. അങ്ങനെയാണ് ഇത് കാണുന്നത്. K = 0 1 2 L - 1 ഡിവൈഡഡ് ബൈ N. ഇതാണ് ഫോർമുല. ഇനി നമ്മൾ ഈ ഹിസ്റ്റോഗ്രാം ഇമേജിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡാർക്ക് ഇമേജ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 to 255 വരെ ഗ്രേ സ്കെയിലിൽ വാല്യൂസ് ഉണ്ടെങ്കിൽ 0 നിന്ന് ഡാർക്കായിട്ട് തുടങ്ങുന്നല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടില്ലേ ഹിസ്റ്റോഗ്രാം ബാറുകളുള്ളത് 0ൻ്റെ അടുത്താണ്. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ ഡാർക്ക് ഗ്രേ സ്കെയിൽ ഇൻറ്റൻസിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ഇമേജിൽ ലൈറ്റ് ഇമേജ് ആണ്. അതിൽ ഹിസ്റ്റോഗ്രാം നോക്കി കഴിഞ്ഞാൽ അത് 255 അടുത്താണ് ഹിസ്റ്റോഗ്രാം ബാറുകൾ ഏറ്റവും കൂടുതലുള്ളത്. ലോ കോൺട്രാസ്റ്റ് ഇമേജ് ആണെങ്കിൽ നടുക്കായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ കോൺട്രാസ്റ്റ് ആണെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാലൻസ്ഡ് ആയിട്ടാണ് ഹിസ്റ്റോഗ്രാം ബാറുകൾ കാണിക്കുന്നത്. ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷൻ ഓട്ടോമാറ്റിക്കലി തന്നെ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ അപ്ലൈ ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു യൂണിഫോം ഹിസ്റ്റോഗ്രാമിലോട്ട് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യുന്നത് ഈ ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷനിൽ. ഈ ഒരു ഉദാഹരണത്തിൽ ഇപ്പോൾ നമുക്കൊരു ഗ്രേ ലെവൽ ഇമേജ് ഒന്ന് എൻഹാൻസ് ചെയ്യണമെന്ന് കരുതാം. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് അറിയാലോ. S = TR ആണ്. അപ്പോൾ 0 smaller or equal to R smaller or equal to 1 ഇതിലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഗ്രാഫിൽ നോക്കിയിട്ട് അസ്യൂം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ R വാല്യൂ സ്ലൈറ്റായിട്ട് ഇൻക്രീസ് ആവുന്നത് കാണാൻ പറ്റും. അതാണ് ഇതിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 smaller than or equal to TR smaller than equal to 1 for 0 smaller than R smaller than 1 ഈ റേറ്റിലായിരിക്കും ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയ ഫോർമുല കൂടി നോക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഗ്രേ ലെവൽ RK അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ കാണാമെന്നറിയാം. നോക്കുക വെച്ച് കഴിഞ്ഞാൽ PR RK = NK ഡിവൈഡ് ബൈ N. ടോട്ടൽ നമ്പർ ഓഫ് പിക്സലാണ് N എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് എന്നതിൽ കോഫിഷ്യൻറ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പറിന് ഒരു നമ്പർ കുറച്ചിട്ടാണ് ഈ N കാണുന്നത്. അത് K = 0 1 2 3 എന്നെ ലാസ്റ്റ് നമ്പറിൽ നിന്ന് ഒരു 1 കുറച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ N എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസിൻ്റെ ഇമേജ്. ഈ NK എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് NK എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽ അത് ദാറ്റ് ഹാവ് ഗ്രേ ലെവൽ RK. എത്ര ഗ്രേ ലെവൽസ് ഉള്ള എത്ര ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. L എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഗ്രേ ലെവൽ ആ ഇമേജിൽ എത്രയുണ്ടെന്നാണ് നോക്കുന്നത്. അത് ഈ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ്റെ ഡിസ്ക്രിറ്റ് വേർഷനാണ് ഇപ്പോൾ ഇതിലിരിക്കുന്നത്. S = TRK = L - 1 പ്രോബബിലിറ്റി ഓഫ് PR and RJ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ S0 = TR0 പ്രോബബിലിറ്റി ഓഫ് R0. അത് കഴിഞ്ഞിട്ട് S1 = V1 പ്രോബബിലിറ്റി ഓഫ് R0 പ്ലസ് PR പ്രോബബിലിറ്റി R0 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് R1. അതുപോലെ തന്നെ S2 = V2 പ്രോബബിലിറ്റി R0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് R1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് R2. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ഈ RK = T - 1 SK K = 0 1 2 L - 1. ഇതിൽ ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ ഫസ്റ്റ് ഇമേജ് നോക്കുക, അത് സ്ട്രെച്ച് ചെയ്ത് കാണാം. സെക്കൻഡ് ഇമേജ് നോക്കുക, ഇതിൽ ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലിയർ അല്ലാത്ത ഇമേജ് ക്ലിയർ ആക്കി ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നു. ഇത് ലാസ്റ്റ് നോക്കുക, ഹിസ്റ്റോഗ്രാം
ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ കൂടുതലായിട്ട് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ എന്താണ് ഇമേജ് ഹിസ്റ്റോഗ്രാം പഠിച്ചു, പിന്നെ ഇമേജ് ഹിസ്റ്റോഗ്രാം എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വെച്ചു, പിന്നെ ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ എങ്ങനെയാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചു.